വിശദമായ വാർത്തകളിലേക്ക്. ഇന്ധന സെസ് ഉൾപ്പെടെ ബജറ്റിൽ നികുതി വർധനയ്ക്കെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധം. ഡിസിസികളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ മാർച്ച് വിവിധ ജില്ലകളിൽ സംഘർഷത്തിൽ കലാശിച്ചു. എറണാകുളത്ത് കണയന്നൂർ താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പോലീസിന് നേരെ കല്ലേറുണ്ടായി. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു. കോട്ടയത്തും മാർച്ചിന് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്തു. വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കുമെന്ന് സതീശൻ പറഞ്ഞു. തരുന്നുണ്ട്, ഒരു കൈ കൊണ്ട് ഇങ്ങനെ തരും, മറ്റേ കൈ കൊണ്ട് പോക്കറ്റടിക്കും. ഇത് പോക്കറ്റടിയാണ്, യഥാർത്ഥത്തിൽ കവർച്ചയാണ്, നികുതി ഭീകരതയാണ്, നികുതി കൊള്ള. ഒരു കൈ കൊണ്ട് കൊടുത്തിട്ട് മറു കൈ കൊണ്ട് അതിന്റെ ഇരട്ടി പോക്കറ്റ് അടിച്ച് നീക്കുന്ന സമീപനമാണ് ഈ ഗവൺമെന്റ് ചെയ്യുന്നത്. ഒരു കാരണവശാലും നമ്മൾ വെച്ചു പൊറപ്പിക്കില്ല. അതിനെതിരായിട്ടാണ് കേരളത്തിലെ പ്രതിപക്ഷം നിയമസഭയ്ക്കകത്ത് നമ്മുടെ സഹപ്രവർത്തകർ ശ്രീ ഷാഫി പറമ്പിൽ, ഡോക്ടർ മാത്യു കൊഴൽനാടൻ, ശ്രീ നജീബ് കാന്തപുരം, ശ്രീ CR മഹേഷ്, നമ്മുടെ MLA മാർ സമരത്തിലാണ്. പുറത്ത് നമ്മൾ സമരത്തിലാണ്. ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ മുഴുവൻ ഈ സമരരംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ്. സമരം ചെയ്തും ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുത്തും നമ്മൾ ഈ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയെ, അവരുടെ ധനകാര്യ മിസ്മാനേജ്മെന്റ് കൊണ്ടും അവരുടെ അനാസ്ഥ കൊണ്ടും ഉണ്ടായ ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ അവർ കേരളത്തിലെ ജനങ്ങളുടെ മീതെ വീണ്ടും ദുരിതം കെട്ടിവെക്കുകയാണ് എന്ന് നമ്മൾ ബോധ്യപ്പെടുന്നത്. കാലം തെളിയിക്കും നമ്മൾ പറയുന്ന കാര്യം. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനും കൊച്ചിയിൽ നിന്ന് ഡാനി പോളും വിവരങ്ങളുമായി ചേരുകയാണ്. ആദ്യം തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനിലേക്ക്. ഡാൻ, തിരുവനന്തപുരത്തെ പ്രതിഷേധത്തിന്റെയും സംഘർഷത്തിന്റെയും കാഴ്ചകൾ എങ്ങനെയായിരുന്നു? ആര്യ, ശക്തമായ പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസത്തേതുപോലെ ഇന്നും സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. ബഹുജന പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു ഇന്ന് നടന്ന ഈ മാർച്ച്. ഏതായാലും വലിയ തരത്തിലുള്ള സംഘർഷങ്ങളിലേക്ക്, അല്ലെങ്കിൽ പോലീസുമായുള്ള ഏറ്റുമുട്ടലിലേക്കൊന്നും ഈ പ്രതിഷേധം നീങ്ങിയില്ല എങ്കിലും സർക്കാരിന് കൃത്യമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അദ്ദേഹം വ്യക്തമായി പറഞ്ഞിരിക്കുന്ന കാര്യം, വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വലിയ തരത്തിൽ ഈ നികുതി വർധനവിനെതിരായ പ്രതിഷേധത്തിന് കോൺഗ്രസ് നേതൃത്വം നൽകും. നികുതി വർദ്ധിപ്പിക്കുന്നതിന് പകരം നേരത്തെ നികുതി ചോർച്ച തടയുന്ന ഒരു സമീപനമായിരുന്നു സർക്കാർ സ്വീകരിക്കേണ്ടിയിരുന്നത്. അങ്ങനെയായിരുന്നെങ്കിൽ തന്നെ ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് അല്ലെങ്കിൽ ധനപ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കഴിയുമായിരുന്നു. മദ്യത്തിന് നികുതി വർദ്ധിപ്പിക്കുന്നതിലൂടെ കുടുംബം ബജറ്റ് താളം തെറ്റിക്കുന്ന ഒരു പ്രവണതയ്ക്കാണ് സർക്കാർ
സർക്കാർ തുടക്കമിട്ടിരിക്കുന്നത് അത് കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നമായി മാറും. ഒപ്പം തന്നെ ലഹരിയുടെ ഉപയോഗം സംസ്ഥാനത്ത് വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ മദ്യത്തിന് നികുതി വർദ്ധിപ്പിച്ച ഒരു സാഹചര്യം വഴിവെക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറയുകയുണ്ടായി. അദ്ദേഹം സർക്കാർ എടുത്ത എല്ലാ നടപടികളെയും ബജറ്റിലെ തീരുമാനങ്ങൾ ഉൾപ്പെടെ പരിഹസിക്കുന്ന ഒരു നിലപാടാണ് പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചത്. വടക്കോട്ടോ പടിഞ്ഞാറോട്ടോ നോക്കിയാൽ ഇനി നികുതി ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്ത് ഉണ്ടാകുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാവ് സംസ്ഥാന സർക്കാരിനെ പരിഹസിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ ഈ സമരത്തിന് പുറമെ വരും ദിവസങ്ങളിലും രാപകൽ സമരം ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ എല്ലാ ജില്ലകളും കേന്ദ്രീകരിച്ചുകൊണ്ട് ജില്ലാ ആസ്ഥാനങ്ങളിലേക്ക് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് UDFന്റെ നേതൃയോഗത്തിൽ അടക്കം ഉണ്ടായിരിക്കുന്നത്. സഭയ്ക്കകത്തും പുറത്തും ഒരുപോലെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുക എന്നൊരു നിർണായകമായ തീരുമാനമാണ് പ്രതിപക്ഷ കക്ഷികളുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് യുവമോർച്ച നടത്തിയ മാർച്ചും അക്രമാസക്തമായിരിക്കുന്നു. സംസ്ഥാന ബജറ്റിലെ നികുതി വർധനയ്ക്കെതിരെ യുവമോർച്ചയുടെ നിയമസഭാ മാർച്ച് സംഘർഷഭരിതമായിരിക്കുകയാണ്. കോലം കത്തിച്ച് പ്രവർത്തകർ പ്രതിഷേധിച്ചു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്ന പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. യുവമോർച്ചയുടെ മാർച്ചും തലസ്ഥാനത്ത് സംഘർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നന്ദകുമാർ വിശദാംശങ്ങൾ നൽകും. നന്ദകുമാർ, സംസ്ഥാന ബജറ്റിലെ നികുതി വർധനയ്ക്കെതിരെ വലിയ പ്രതിഷേധത്തിലേക്കാണ് പ്രതിപക്ഷ പാർട്ടികൾ കടന്നത്. കോൺഗ്രസിനൊപ്പം തന്നെ BJPയും വളരെ വലിയ സമരപരിപാടികൾക്ക് ആഹ്വാനം നൽകിയിരുന്നു. അത് പ്രകാരമുള്ള യുവമോർച്ചയുടെ നിയമസഭാ മാർച്ച് അതും സംഘർഷഭരിതമായിരിക്കുകയാണ്. ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിക്കുന്നു. പ്രവർത്തകരെ നീക്കാൻ ജലപീരങ്കി പ്രയോഗിക്കുകയാണ് പോലീസ്. നന്ദകുമാർ വിവരങ്ങൾ നൽകും. നന്ദകുമാർ, അവിടെ യുവമോർച്ചയുടെ മാർച്ചും സംഘർഷഭരിതമാകുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. മറ്റു വിവരങ്ങൾ കൂടി. തീർച്ചയായും എന്തായാലും യുവമോർച്ചയുടെ മാർച്ച് അക്രമാസക്തമായിരിക്കുകയാണ്. ഏകദേശം 60ഓളം വരുന്ന പ്രവർത്തകരാണ് ബഡ്ജറ്റിനെതിരെ ഇന്ന് ഒരു പ്രതിഷേധവുമായിട്ട് നിയമസഭാ കവാടത്തിന് മുന്നിലേക്ക് എത്തിയത്. എന്തായാലും നിയമസഭാ കവാടത്തിന് ഒരു 100 മീറ്റർ അകലെ പോലീസ് ബാരിക്കേഡുകൾ വെച്ച് തടസ്സപ്പെടുത്തിയിരുന്നു. ആ ഒരു ബാരിക്കേഡ് ഇപ്പോൾ മറിച്ചിടാനുള്ള ഒരു ശ്രമങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2 വട്ടം പോലീസ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണുന്ന പോലെ 20ഓളം വരുന്ന പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം നടത്തിയിരുന്നു. ബാരിക്കേഡിന് മുകളിലൂടെ നിയമസഭയിലേക്ക് കടക്കാനും അവർ ശ്രമിച്ചിരുന്നു. പോലീസിന്റെ നേർക്ക് കല്ലും മറ്റു കാര്യങ്ങളുമൊക്കെ എടുത്തെറിഞ്ഞ ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായി. അതിനുശേഷമാണ് പോലീസ് ഇപ്പോൾ പ്രവർത്തകർക്ക് നേരെ 2 വട്ടം ജലപീരങ്കി പ്രയോഗിച്ചത്. 2 വട്ടം പ്രവർത്തകർ പിരിഞ്ഞു പോകാതെ പോലീസിനെതിരെ കമ്പും കല്ലും ഒക്കെ തന്നെ എടുത്തെറിയുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. എന്തായാലും പോലീസ് 2 പ്രാവശ്യം ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. മാർച്ച് ആദ്യം സംസ്ഥാന പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണയാണ് ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം മന്ത്രിമാരുടെ കോലമടക്കം കത്തിച്ച ഒരു സ്ഥിതിവിശേഷമുണ്ടായി. കോലം കത്തിച്ചതിന് ശേഷമാണ് പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാനും ബാരിക്കേഡ് മുകളിലൂടെ നിയമസഭയിലേക്ക് കടക്കാനും ശ്രമിച്ചത്. ഇത് 3ാം വട്ടം ഇപ്പോൾ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. ഇതുവരെയും പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടില്ല. പ്രവർത്തകർ ഇത്തരത്തിൽ ജലപീരങ്കി ഉപയോഗിക്കുമ്പോൾ അപ്പോൾ പിരിഞ്ഞു പോയെങ്കിലും വീണ്ടും തിരിച്ചു വന്ന പോലീസിന് നേരെ അക്രമം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായതിന് വലിയ തോതിൽ ഇപ്പോൾ അക്രമാസക്തമാവുകയാണ്.